খানকির বলারা মাথার চোট রাতের ঘুম হারাম আল্লাহু আকবার যাও যাও দেড়শো বলা শুনো না তোরা এই 150 কথা বাইরে পিছান 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 বাংলাদেশি তো এটা তো বাংলাদেশ এটা বাংলাদেশ এটা বাংলাদেশ এটা ബോർഡർ. നിങ്ങൾ ഇപ്പോൾ കണ്ട ഈ വീഡിയോയിൽ കാണുന്നത് എന്താണെന്ന് അറിയാമോ? സ്ഥിരമായി നമ്മൾ പറയാറുള്ള ഒരു വാർത്തയുടെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ബംഗ്ലാദേശികൾ നിരന്തരമായി BSFന് നേരെ ആക്രോശിക്കുന്നതാണ്. പക്ഷേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ബംഗ്ലാദേശികളോ ബോർഡർ ഗാർഡ് ബംഗ്ലാദേശോ ഇന്ത്യൻ അർദ്ധസൈനിക വിഭാഗമായിട്ടുള്ള BSFനോട് കയർക്കുന്നതോ ഒന്നുമല്ല. അവർ ഇങ്ങോട്ട് കടന്നു വരുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് വിഭാഗങ്ങൾക്കും നടുവിൽ നിങ്ങൾ എന്താണ് കാണുന്നത്? ഒരു പുഴ പോലെ ഇല്ലെങ്കിൽ വെള്ളക്കെട്ടാണ് നിങ്ങൾ കാണുന്നത്. അതാണ് ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിലുള്ള ബോർഡറിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. വെള്ളക്കെട്ടുകൾ, വെള്ളം, ജലം കൊണ്ട് മുറിവേറ്റ നാട്, മുറിവേറ്റ മനുഷ്യർന്നൊക്കെ കേട്ടിട്ടില്ലേ? ജലം കൊണ്ട് മുറിവേറ്റ നാട് എന്ന് പറയും. അങ്ങനെ ജലം കൊണ്ട് മുറിവേറ്റ നാടാണ് ഈ പശ്ചിമ ബംഗാളിൻ്റെയും ബംഗ്ലാദേശിൻ്റെയും ഇടയ്ക്ക് കിടക്കുന്ന പ്രദേശമാകെ തന്നെ. പ്രധാനപ്പെട്ട ഭാരതത്തിൻ്റെ രണ്ട് മഹാനദികൾ ഒന്നിച്ചു ചേർന്നൊഴുകിപ്പോകുന്ന പ്രദേശമാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. അതായത് ഇന്ത്യ വിഭജന കാലത്ത് പാകിസ്ഥാനും ഈ പറയുന്ന ഈസ്റ്റ് പാകിസ്ഥാനുമായിട്ട് വിഭജിച്ചു കൊടുത്ത രണ്ട് മേഖലകളിൽ ഏറ്റവും ഫലഭൂയിഷ്ടമായ രണ്ട് പ്രദേശമാണ് ബ്രിട്ടീഷുകാർ അന്ന് കൊടുത്തത്. അതിലൊന്നാണ് ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. ഇന്നത്തെ ബംഗ്ലാദേശ്, പഴയ ഈസ്റ്റ് പാകിസ്ഥാൻ. അന്ന് പഴയ പാകിസ്ഥാനായിരുന്ന പ്രദേശത്ത് എന്താണുള്ളത്? അവിടെ സിന്ധു നദിയാണുള്ളത്. സിന്ധു നദി ഒഴുകിപ്പോകുന്ന പഞ്ചാബിൻ്റെ വലിയ ഫലഭൂയിഷ്ടമായ പ്രദേശം. ആ പ്രദേശങ്ങൾ പാകിസ്ഥാന് കൊടുത്തു. അതുപോലെ തന്നെയാണ് ഇന്ത്യയുടെ മറ്റൊരു ഫലഭൂയിഷ്ടമായ പ്രദേശമായിരുന്നു ബംഗ്ലാദേശ്, ഇപ്പോഴത്തെ ബംഗ്ലാദേശ് ആയിട്ടുള്ള ആ ബംഗാൾ പ്രദേശം. അവിടെ നമുക്ക് അറിയാം, കിഴക്ക് ഭാഗത്ത് നിന്ന് ഒഴുകി വരുന്ന ബ്രഹ്മപുത്രയും ഇന്ത്യയിൽ നിന്ന് ഉത്തരഭാഗത്ത് നിന്ന് ഒഴുകി വരുന്ന ഗംഗാ നദിയും തമ്മിൽ ഒരുമിച്ച് ചേർന്നിട്ടാണ് ഈ ബംഗാളിലൂടെ ഒഴുകിപ്പോകുന്നത്. പശ്ചിമ ബംഗാളിലൂടെയും ബംഗാളിലൂടെയൊക്കെ ഒഴുകിപ്പോകുന്നത്. ആ മേഖലയിൽ വെള്ളക്കെട്ടുകൾ എന്ന് പറയുന്നത് സാധാരണമായിട്ടുള്ള കാര്യമാണ്. വെള്ളം നിറഞ്ഞൊഴുകുന്ന പ്രദേശങ്ങളാണ് ഇവിടെ എല്ലാം ഉണ്ടായിരിക്കുന്നത്. അവിടുത്തെ കൃഷിയിടങ്ങൾ പോലും ഫ്ലോട്ടിംഗ് കൃഷിയിടങ്ങൾ ഈ പറയുന്ന ബംഗ്ലാദേശിലുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ അവിടെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇത്തരം വെള്ളക്കെട്ടുകളാണ്, ഇല്ലെങ്കിൽ കായലുകളാണ്, കുളങ്ങളാണ്, തോടുകളാണ്, ആറുകളാണ്, ഈ നദികളൊക്കെയാണ് എന്നുള്ളതാണ്. ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് BSF പുതിയ മാർഗം കണ്ടെത്തിയിരിക്കുകയാണ്. അതാണ് ഫ്ലോട്ടിംഗ് പോസ്റ്റുകൾ എന്ന് പറയുന്നത്. ഈ ഫ്ലോട്ടിംഗ് പോസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസാരമല്ല. അതായത് ബംഗ്ലാദേശിൽ നിന്നുള്ള ഭീകരപ്രവർത്തനങ്ങളുടെ കൂടി തടയിടാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്ലോട്ടിംഗ് പോസ്റ്റുകൾ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഏകദേശം 157 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ച് കിടക്കുന്ന സുന്ദർബനിലെ ഇടതൂർന്ന കണ്ടൽക്കാടുകളും ജലാശയങ്ങളുമൊക്കെയാണ് ഈ പറയുന്ന നമ്മളുടെ അതിർത്തി രക്ഷയ്ക്ക് ഏറ്റവും ദുർഘടമായി നിൽക്കുന്നത്. അവിടുത്തെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് BSFൻ്റെ ഏറ്റവും പുതിയ നടപടി വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിന് ഒരു കാരണവും കൂടിയുണ്ട്. പാകിസ്ഥാൻ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദ്, ഹിസ്ബുത്ത് തഹ്രീർ എന്നീ ഭീകര സംഘടനകളുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യയുടെ പ്രദേശങ്ങളിലേക്ക് കടന്നു കയറാനും ഈ പറയുന്ന ബംഗ്ലാദേശിൽ ഒരു ഭീകര സംഘടന രൂപീകരിക്കാനും ഒക്കെ ഇടയായിട്ടുണ്ട്. ആ സംഘടന രൂപം കൊണ്ടതിൻ്റെ അന്വേഷണം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാനും ആക്രമണം നടത്താനും ഒക്കെയുള്ള സാധ്യത ഉണ്ട് എന്ന് അറിഞ്ഞതോടുകൂടി BSF കൂടുതൽ ജാഗ്രതയിലേക്ക് വന്നു. അപ്പോൾ ഇവർ ജമാഅത്തുൽ മുജാഹിദീൻ പ്രവർത്തകരെ ഒപ്പം കൂട്ടിക്കൊണ്ടാണ് ഒരു സംഘടന രൂപീകരിച്ച് വരുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ സുന്ദർബനിലൂടെ ഇവർക്ക് കടന്നു വരാൻ എളുപ്പമാണ്. ഈ പറയുന്ന നമ്മുടെ കശ്മീർ മേഖലയിൽ വനത്തിലൂടെ കടന്നു വരുന്നത് പോലെ കിഴക്കാന്തൂക്കായ പർവ്വതങ്ങൾക്ക് അടിയിലൂടെയൊക്കെ കടന്ന് വരാനായിട്ട് ഇവർ വഴികൾ ഉണ്ടാക്കുന്നത് പോലെയാണ് ഈ സുന്ദർബൻസ് കടന്നു വരാനായിട്ട് ഇവർ മാർഗം സ്വീകരിക്കുന്നത്. അപ്പോൾ അതിനെതിരെ പശ്ചിമ ബംഗാൾ പോലീസ് കർശനമായ പരിശോധന നടത്തുന്നു. അതോടൊപ്പം തന്നെ BSFും വലിയ പരിശോധന നടത്തും. ആ പരിശോധനയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള വെള്ളക്കെട്ടുകളെ, നദികളെ, ആറുകളെ ഒക്കെ തന്നെ
കടന്നു പോകാൻ ചതുപ്പ് നിലങ്ങളുണ്ട്. ചതുപ്പ് നിലങ്ങൾ വളരെ പ്രശ്നബാധിതമായിട്ടുള്ള മേഖലയാണ്. ആ ചതുപ്പ് നിലങ്ങളിലൂടെ മനുഷ്യനെ സഞ്ചരിക്കാൻ പോലും പ്രയാസമാണ്. അവിടെ ഓൾ ടെറൈൻ വെഹിക്കിളുകളൊക്കെയാണ് പലപ്പോഴും സഞ്ചരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഫ്ലോട്ടിംഗ് ബോർഡർ ഔട്ട് പോസ്റ്റുകൾ നിർമ്മിക്കാനാണ് നമ്മുടെ BSF തീരുമാനിച്ചിട്ടുള്ളത്. കരയിലെ അതിർത്തി നിശ്ചയിക്കാൻ കഴിയാത്ത മേഖലകളിലാണ് ഇവ വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്യാധുനിക കപ്പലുകളോ അല്ലെങ്കിൽ വലിയ ബോട്ടുകളാണ് ഫ്ലോട്ടിംഗ് പോസ്റ്റുകളാക്കുന്നത്. ഇവയിൽ BSF ജവാന്മാർക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യവും ഭക്ഷണം ഉണ്ടാക്കാനുള്ള സൗകര്യവും ഒക്കെ ഉണ്ടാക്കും. വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായിട്ടുള്ള റഡാറുകൾ, സോണാറുകൾ, ആധുനിക ക്യാമറകൾ എന്നിവയെല്ലാം അവയിൽ ഘടിപ്പിച്ചിരിക്കും. അത് മാത്രവുമല്ല, ശത്രുവിൻ്റെ നീക്കം എവിടെയെങ്കിലും കണ്ടാൽ ഇല്ലെങ്കിൽ ആരെങ്കിലും നുഴഞ്ഞു കയറാൻ ശ്രമിച്ചാൽ അവിടേക്ക് കുതിച്ചെത്താൻ വേണ്ടിയിട്ടുള്ള സ്പീഡ് ബോട്ടുകളും ഇതിൽ ഘടിപ്പിച്ചിരിക്കും എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നൈറ്റ് വിഷൻ ക്യാമറകൾ, നൈറ്റ് വിഷൻ ഈ പറയുന്ന വ്യൂ ഫൈൻഡറുകളുള്ള ഗണ്ണുകൾ തുടങ്ങിയവ, റൈഫിളുകളൊക്കെ തന്നെയാണ് കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ചെറിയ സ്പീഡ് ബോട്ടുകളുണ്ടാവും, ഓൾ ടെറൈൻ വെഹിക്കിളുകളുണ്ടാവും. അപ്പോൾ സുന്ദർബന്നുകൾ ഈ പറയുന്ന ഭീകരർ ലക്ഷ്യമിടുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ കണ്ടൽ കാടുകളെ ലക്ഷ്യം വെച്ച് അതിനെ മറയാക്കി കടന്നു പോകാൻ വേണ്ടിയിട്ടാണ് ഭീകരർ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. അവിടെ നൂറുകണക്കിന് ചെറിയ ദ്വീപുകളും കാടുകളും നദികളും ഒക്കെ ഉള്ളത് കാരണമാണ് അവിടെ അതിർത്തി തിരിക്കാൻ കഴിയും. നമ്മൾ ഫെൻസിങ് കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ബംഗ്ലാദേശികളുണ്ടല്ലോ, ഈ വൃത്തികെട്ടന്മാർ വന്ന് അവിടെ പ്രശ്നം ഉണ്ടാക്കുക, അവിടെ കല്ലെറിയുകയാണ്, നമുക്ക് നേരെ ആക്രമിക്കുകയാണ്. നമ്മൾ അതുകൊണ്ട് തന്നെ തിരിച്ചിപ്പോൾ വെടിയുണ്ടയാണ് മറുപടി എന്ന് പറയുന്നത്. കൂടുതൽ കളിക്കാൻ വന്നാൽ വെടിവെച്ച് കൊടുക്കും. പിന്നെ ഈ BGB എന്ന് പറയുന്നതൊന്നുമില്ല, BSFൻ്റെ പകുതി പോലും ഇല്ല എന്നുള്ളതാണ്. നമ്മുടെ സൈന്യം അവിടേക്ക് ഇറങ്ങേണ്ടി വരില്ല. അതായത് ഇന്ത്യ ബംഗ്ലാദേശുമായിട്ടൊരു പ്രശ്നമുണ്ടായാൽ അവിടെ BSF മാത്രം മതി. BSFിൻ്റെ അടുത്ത് ഓർഡർ കൊടുത്താൽ നിങ്ങൾ വേണ്ട രീതി കൈകാര്യം ചെയ്തതെന്ന് പറഞ്ഞാൽ മതി. ഇന്ത്യൻ ആർമി പോലും വേണ്ട, ബംഗ്ലാദേശിൻ്റെ മുഴുവൻ ആർമിയും വന്നാലും ഒറ്റയ്ക്ക് നേരിടാനുള്ള അത്രയും ആൾക്കാരും അത്രയേറെ ആയുധ സംവിധാനങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും എല്ലാം തന്നെ BSFിനുണ്ട്. BSFിൻ്റെ അത്ര പോലുമുള്ള ഒരു സൈന്യം പോലും ഇല്ലാത്ത ഒരു രാജ്യമാണ് ഈ കിടന്ന് ആക്രോശിക്കുന്നത്, ജിഹാദി പ്രവർത്തനം നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ബംഗ്ലാദേശിലെ ഈ രാഷ്ട്രീയ മാറ്റങ്ങളും ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളുമൊക്കെ ഇതിന് ആക്കം കൂട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനം വൻതോതിൽ അവിടെ വ്യാപിച്ചു. ആ വ്യാപിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തത്, ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതൊക്കെ. ഇപ്പോൾ അവർ പദ്ധതിയിടുന്നത് അതിർത്തി കടന്നുള്ള ആക്രമണത്തിനാണ്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു, ഫ്ലോട്ടിംഗ് ബോർഡർ പോസ്റ്റുകൾ ഉണ്ടാക്കുന്നു. ഈ ബോർഡർ പോസ്റ്റുകളിലെ വെടിയുണ്ടകളായിരിക്കും ഇനി ബംഗ്ലാദേശികളോട് സംസാരിക്കുക. ഏതായാലും കരുത്തുറ്റ ഒരു പ്രതിരോധ സംവിധാനം, ഒരു അതിർത്തി രക്ഷാ സംവിധാനം ഇന്ത്യ ഒരുക്കുന്നു ഭീകരവാദികൾക്ക് കടന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുമാത്രവുമല്ല, നമ്മുടെ അതിർത്തി നിർമ്മാണം അതിവേഗം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. ഏതാണ്ട് അത് പൂർത്തിയാവുന്ന ഘട്ടത്തിലാണ്. ഇത്തരത്തിൽ വെല്ലുവിളി നേടുന്ന പ്രദേശത്ത് കൂടി കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കാനായിട്ട് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. ആ മേഖലയാകെ സുരക്ഷിതമാക്കും. അവിടേക്ക് വരുന്ന ഏതെങ്കിലും ഭീകരവാദികൾ ഉണ്ടെങ്കിൽ ഇനി അവർ BSFിൻ്റെ കണ്ണിൽ പെടാതെ പോകാൻ കഴിയില്ല. കാരണം അവിടെ ഈ പറയുന്ന തെർമോ സ്കാനറുകളും അതുപോലുള്ള സംവിധാനങ്ങളും വെച്ചിട്ടുണ്ട്. ദൂരെയായാലും ശരി തന്നെ ഏതെങ്കിലും ജീവനുള്ള വസ്തു, അവൻ്റെ ശരീരത്തിന് ചൂടുണ്ടെങ്കിൽ, ജീവനുണ്ടെങ്കിൽ തിരിച്ചറിയാൻ കഴിയും. അതുമാത്രവുമല്ല, ആ ജീവനെ കെടുത്താനും BSFിന് അറിയാമെന്നുള്ളതാണ്. അതുകൊണ്ട് ഇനി വെള്ളക്കെട്ടിലൂടെ ഇല്ലെങ്കിൽ അതിർത്തി ഇല്ലാത്ത പ്രദേശത്തിലൂടെ, പുഴകളിലൂടെ, നദികളിലൂടെ കടന്നു കയറാം, നുഴഞ്ഞു കയറാം എന്നുള്ള ബംഗ്ലാദേശികളുടെ മോഹം കൂടി അസ്തമിക്കുന്നു. BSF കൃത്യമായ സുരക്ഷ ഒരുക്കുന്നുണ്ട്, അവർ കൃത്യമായ സ്കാനിങ് നടത്തുന്നുണ്ട്. ഇനി ഒരുത്തനും അങ്ങനെയും ഇങ്ങനെയൊന്നും ഇതിനകത്തേക്ക് കയറില്ല. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ്. അത് മാത്രവുമല്ല, ഈ പോസ്റ്റുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. ആ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകലത്തെ 10 മടങ്ങ് കുറയ്ക്കുമെന്നാണ് പറയുന്നത്. അതായത് മനുഷ്യന് ഒരു പോസ്റ്റിൽ നിന്ന് അടുത്ത പോസ്റ്റിലേക്ക് കാണാൻ കഴിയുന്ന ദൂരത്തിലായിരിക്കും 2 പോസ്റ്റുകൾ ഉണ്ടായിരിക്കുക. ബുള്ളറ്റിൻ്റെ ദൂരം പോലുമല്ല, ഒരു ഗണ്ണിൻ്റെ, റൈഫിളിൻ്റെ റേഞ്ചിൻ്റെ ദൂരം പോലുമല്ല, അതിനേക്കാൾ കുറവ് മനുഷ്യന് നോക്കിയാൽ കാണാൻ കഴിയുന്ന അത്ര ദൂരത്തിൽ, അതിനിടയിലൂടെ ഒരാൾ കടന്നുപോയാൽ കാണാൻ കഴിയുന്ന ദൂരത്തിൽ ഒരു BSF പോസ്റ്റ് ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണം ചൊല്ലി ഈച്ച പോലും അവിടെ കടക്കില്ല എന്നുള്ളതാണ്. ബംഗ്ലാദേശ് അതിർത്തിയുടെ അപ്പുറത്തുള്ള മീനുണ്ടല്ലോ വെള്ളത്തിലടിയൂടെ വരുന്നത്, അതുപോലും ഇങ്ങോട്ട് കിടക്കുക, പരൽമീൻ പോലും ഒന്ന് ഭയക്കും. അങ്ങനെയാണ് BSF നിലയുറപ്പിച്ചിരിക്കുന്നത്. ബംഗ്ലാദേശികൾക്ക് ഇതിനപ്പുറം ഒരു മറുപടി കൊടുക്കാനില്ല. ഒരാളല്ല, ഒരു ഈച്ചയല്ല, ഒരു പരൽമീൻ പോലും കടക്കാത്ത സുരക്ഷയിലേക്ക് ഇന്ത്യയുടെ അതിർത്തികൾ സുരക്ഷിതമാകുന്നു, സംരക്ഷിതമാകുന്നു. ആയുധമേന്തിയ ഒഴുകുന്ന ബോർഡർ പോസ്റ്റുകളുള്ള നമ്മുടെ BSF അവിടെ സജ്ജമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിനെക്കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക.
പക്ഷേ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക. നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്, അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടടുത്തൊരു മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ, അവിടെയും ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.